വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ പേര് പറയണില്ല, പേര് മാറ്റുണ്ട് നമ്മളെ ചാനലിൻ്റെ. വണ്ടിയിൽ പാട്ടിട്ടോണ്ടേ കോപ്പിറൈറ്റ് വരും. ഒന്ന് പറയാതൊക്കെ ഗൈസ്. അപ്പം നമ്മളെ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗുമായിട്ടാണ് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. ബസ്സൊക്കെ ഇപ്പോൾ ഇതിലേ പോണേ, അവിടെ റെയിൽവേൻ്റെ പണിയായതുകൊണ്ട്. വ്ളോഗ് ഇഷ്ടപ്പെട്ട മാക്സിമം ലൈഫൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ധാരാ കണ്ടോ വ്ളോഗ് എടുക്കണേ. ഇതൊക്കെ ധാരാ നമ്മളെ ഉമ്മച്ചിൻ്റെ വീടാണിത്. നമ്മളെ ഉമ്മച്ചിൻ്റെ വീട്ടിലേക്ക് നമ്മളെ ഷാനുവിനെ പിക്കപ്പ് ചെയ്യാൻ പോയതാണ്. വണ്ടി റോട്ടിൽ തന്നെ നിർത്തിക്കുന്നത്. നമ്മളെ പൊട്ടത്തേറി. പിന്നെ അങ്ങോട്ട് പോയപ്പോഴും പാട്ടിട്ട്. അപ്പം നമ്മൾ ചുരം ഇങ്ങനെ കയറിക്കൊണ്ട് കേട്ടോ. മേഘങ്ങളൊക്കെ നോക്ക്, പഞ്ഞുമുട്ടായിൻ്റെ പോലെ ഉണ്ട്. പിന്നെ ഈ ട്രിപ്പിന് പ്ലാനിങ് ഒന്നുമില്ല, അതുകൊണ്ട് കുപ്പായൊക്കെ എടുത്തോണ്ട് പോകും നിൽക്കുകയാണ്. കോപ്പിറൈറ്റിൻ്റെ സീൻ ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ മ്യൂസിക്കൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയാണ്ട് വ്ളോഗ് എടുക്കാന്. പിന്നെ ചുരമൊക്കെ കഴിയാനായി. ചുരം കഴിഞ്ഞു. അവിടെ ചെക്കിങ് ഒക്കെ ഉണ്ടായിനി. പക്ഷേ യൂട്യൂബർ വണ്ടിയിലുണ്ടായതുകൊണ്ട് ചെക്കിങ് ഒന്നും വേണ്ടായിരുന്നു പോലീസുകാർ. അതുകൊണ്ട് പിന്നെ വണ്ടി എടുത്ത് മലയൊക്കെ നോക്ക് സെറ്റ്. ഇപ്പം നമ്മൾ വണ്ടി പെട്രോളൊക്കെ അടിച്ച് നമ്മൾ നേരെ ബാംഗ്ലൂർക്കാണോ ഹൈദരാബാദിക്കാണോ ഒരു കഥയില്ല, അതുകൊണ്ട് പോവല്ലേ. അപ്പം നമ്മളിങ്ങനെ പോയിങ്ങോണ്ട് നിൽക്കുക. അപ്പം നമ്മളെ തൈലത്തോട്ടൊക്കെ അവിടെ അടിപൊളി സെറ്റപ്പായി കണ്ടുണ്ടായിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രക്കൊന്നുമില്ല. ഇനി ഇപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കേട്ടോ, നമ്മൾ ബാംഗ്ലൂർക്കൊക്കെ പോണ കാട്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിനി, ഇവിടെ പുലി ഇറങ്ങുന്നുണ്ടെന്ന്. പക്ഷെ ആനൻ്റെ ഫോട്ടോന് അവിടെ കൊടുത്തീനെ. ഫോണിന് സൂമിങ് കിട്ടുന്നില്ല. കറക്റ്റ് സൂക്ഷിച്ച് നോക്കി ആണെങ്കിൽ വീഡിയോ സൂം ചെയ്ത് നോക്കി. ആനനെ മാക്സിമം പറ്റണ അത്രയും സൂം ചെയ്ത് നോക്കുന്നത്. അവിടെ കണ്ടോ ആന. അപ്പം ട്രിപ്പിൽ എത്രാമത്തെ തൊട്ടാ? അപ്പോൾ 12ാമത്തെ തൊട്ടാണ് അപ്പോൾ നമ്മൾ ആനനെ കാണുന്നത്. ഇവിടെയാണ് ഈ കാട് തുടങ്ങിയപ്പോൾ തൊട്ട് മഴയാണ്. ഇപ്പോൾ കുറച്ച് മഴ ചോർന്നിക്കണേ. ഈ സ്ഥലം ഏതാ അറിയോ? മസനഗുഡി ആയി ഊട്ടിയിലോട്ട് പോണ സ്ഥലമല്ലേ? ആ സ്ഥലം റോഡ് പണിയാണ്. അപ്പം ആ ഊട്ടിക്കുള്ള ട്രിപ്പ് ക്യാൻസലായി. അപ്പോൾ വൈബായി കാണാൻ നമ്മൾ പോവാണ് കേട്ടോ. മ്യൂസിക് ഇട്ടുകൊണ്ടാണ് ഞാനൊന്നും പറയാതെ. ഈ വീഡിയോ കാണുന്നതിൽ ചിലവർ വിചാരിക്കും എന്താ ഈ കാട്ടിൽ മരങ്ങളൊക്കെ കുറവാണ്. സംഭവം എന്താ പറയുക, റോഡിലേക്ക് മൃഗങ്ങളൊക്കെ ഇറങ്ങിയിട്ട് റോഡിൻ്റെ സൈഡിലുള്ള എല്ലാ മരങ്ങളും വെട്ടിയിട്ടാണ്. ഉള്ളിലൊക്കെ മരങ്ങളുള്ളൂ. പിന്നെ അവിടെ ഒരു മാനല്ലേ. അപ്പം വെച്ചായിരുന്നു കുട്ടീനൊരു വീഡിയോ എടുക്കാം സെറ്റ്. മറ്റേ ഇതിലൊക്കെ ഉണ്ടാവില്ലേ നല്ല ലൈറ്റ് മ്യൂസിക്കിന് പറ്റിയ ഇമ്മച്ചിൻ്റെ റീലിടാൻ. അപ്പോൾ കുട്ടിക്ക് റീൽ എടുത്തെടുത്ത സെറ്റ്. അപ്പോൾ അത് കുട്ടീൻ്റെ വൈബ്. മ്യൂസിക് ഇട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡബ് ചെയ്യണത്. കുട്ടി ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യണേ. കുറേ നേരമായി കൈ പുറത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ട്. ഞാൻ പിന്നെ ഇടയ്ക്ക് കട്ടാക്കിയാണ്ട് ഇടുന്നുള്ളൂ. വീഡിയോ കാണുന്നവർക്കൊരു അപ്പോൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു കേട്ടോ. ഇനി കർണാടകയ്ക്കാണ് നമ്മളെ ഈ വിസിറ്റ് ആക്കിയാൽ വന്നത്. പിന്നെ മഴ തുടങ്ങിട്ടോ. നിക്കണോക്ക് അങ്ങനെ നിക്കണല്ലേ. അതൊക്കെ കണ്ടപ്പോ പേടിയാവില്ലേ? കാണൂല ഇവിടെ. അതാ പറഞ്ഞിട്ടുള്ള അപ്പൊ തന്നെ അതിന്റെ മേലെ ഒറിജിനൽ നടുവിൽ എങ്ങനെ ഉണ്ടാവും? ഒറ്റ ചാട്ട അടുത്തുമ്പളെ ചീറ്റാ. കർണാടക എത്തിയപ്പോഴും പെരും മഴ. കേരളത്തിൽ പെരും ചൂട്, കിണറൊക്കെ വറ്റി. ഇവിടെ ഈ കാട്ടിക്കണ്ടെത്തിയപ്പോഴേ പെരും മഴ പറഞ്ഞ പെരും മഴ. വണ്ടി മുന്നിക്ക് കാണുന്നില്ല. വീഡിയോയിൽ ഇത്ര ക്ലിയർ ഉണ്ടെങ്കിലും വണ്ടിയിൽ ഇരിക്കണവർക്ക് മുന്നിക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് മഴ.
ഫെറിയാനൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ കൊടുത്ത്. അപ്പം നമുക്ക് ബാക്കി പറയാം. ഇവിടെ ഒരു തുള്ളി മഴയല്ല. ഇവിടെ നോക്കി ഇങ്ങോട്ട് റോഡ് ഓഫ് റോഡാ ജംഗിളോ. ഡിഗ്രി ചെക്ക് ചെയ്ത് നോക്കി. എത്ര? 22 ഡിഗ്രി. അവിടെ എത്ര? ഇനി 38. പോന്നപ്പോ 34. ഇവിടെ പിന്നെ മഴ പകുതി മഴ. ഞാനൊരു കോമഡി കാണിച്ചു തരാം. യാറിത് യാറിത് ഫാമിലി ആയിട്ട് വന്നിട്ടാലോ. നമ്മളെ മോന് നേരിട്ട് മച്ചാനെ എങ്ങോട്ട് വാടാ. അയ്യോ നേരിട്ട് കൂട്ടം ഈ സൈഡില്. ആ കണ്ടു കണ്ണടച്ചു കാണുക. ഓലെന്താ തെരയെടുത്ത് എന്താണ് കിട്ടി. കുറച്ചേരം നിർത്തില്ല വെള്ളത്തിന് ക്ലിയർ ഒക്കെ. അതിന്റെ ഒച്ചയാണത്. കാക്കന്റെ ഒച്ച. ഇന്ന് വേറൊരു പ്രത്യേകത ഉള്ള ദിവസമാണ്. മാനിന്റെ കുടുംബസംഗമുള്ള ദിവസമാട്ടോ. ഒന്ന് അയ്യോ ഈ ഉറുമ്പിന്റെ കൂട്ടില് നിധി ഉണ്ടാവും പറയുന്നുണ്ട്. അത് സത്യമാണോ? കമന്റ് ചെയ്യണ്ടോ? വണ്ടിന്റെ നമ്പർ നോക്കി നടന്നു. ഈ റോഡൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഇതില്ലേ, ഒരു ഫീല്. റോഡിൽ കൂടെ ഇങ്ങനെ ബൈക്കുമ്പോൾ പോണേന് കാറിലായാലും അതിൻ്റെ ഒരു ഫീൽ കിട്ടൂല. ഇതുമത്തെ പുല്ലൊക്കെ ഇതായിക്കണ് ഭംഗിക്കണ്. നമ്മള് കാട് കഴിഞ്ഞു, എന്നാലും ഇത് കാട് തന്നെയാണ്. കാട് കഴിഞ്ഞു, നാട്ടിലേക്ക് തിരിച്ചു. പട്ടാളൊക്കെ ഉണ്ട്. അയ്യോ ആർമി ക്യാമ്പ് ഇങ്ങോട്ട് മാറ്റിയോ? തിരിച്ചു പോകുമ്പോഴും നമ്മള് ട്രോൾ പിരിവാണ്. ഭക്ഷണം ഇങ്ങോട്ട് കേറി ഇവിടെ സൂര്യകാന്തി പണ്ട് കാലത്ത് എന്തോ ഉണ്ടാക്കിയത് ഈ കാളയുണ്ടാണ്. കൃഷിയാണ് നപ്പച്ച് പറഞ്ഞത്. പണ്ടത്തെ ട്രാക്ടറിൻ്റെ പകരം കാളകളെ വെച്ചേന് ഈ മണ്ണോ ഇങ്ങനെയൊക്കെ ആക്കിയത്. അപ്പോൾ അതാക്കണ വണ്ടി അങ്ങനത്തെ ഒരു സാധനം കാത്തിരില്ലുണ്ട്. അപ്പോൾ നമ്മൾ ആ സൂര്യകാന്തിൻ്റെ റൈറ്റൊക്കെ റോഡ് ചുരം കയറിയപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങിയേനെ. അപ്പോൾ കഴിക്കാൻ ഒരു സൈഡാക്കിയത് നിർത്തിയതേന് ഇവിടെ വണ്ടി. അതിൻ്റെ അടിയിൽ ചോറൊക്കെ തിന്ന് ഡ്രൈവർ മാറി. ഷാനു ഫിജാസ ഡ്രൈവർ. ഇതിനെ പൊട്ടത്തി ഫെറിയാലിൻ്റെ ലവർ. നല്ല മഴക്കുള്ളൊരു ചാൻസ് വരുന്നുണ്ട്. കൃഷി സ്ഥലം. അപ്പം മഴ ഉണ്ട്. അപ്പോൾ തിരിച്ച് മടങ്ങും കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അച്ഛൻ ഞങ്ങൾ പോവാട്ടോ. ഈ ആട്ടുംകൂട്ടത്തിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ആടുജീവിതം കാണുമ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒരു ടീമിനെ കണ്ടിരുന്നു. അവരൊക്കെ ഫുള്ള് ഫേമസ് ആയ ടീമല്ലേ, നമ്മളൊക്കെ മറന്നോ? നേരെ മല തിരിച്ചു വരുമ്പോഴേക്കാരെ വീഡിയോ ഒക്കെ അല്ല ക്ലിയർ ഉണ്ടാവുക. അടിയിലേക്ക് വണ്ടികൾ ഇങ്ങനെ വെക്കണ പോലെയൊക്കെ. അപ്പോൾ കയറണം 25 ഡിഗ്രി. മഴയൊക്കെ ചോർന്നുണ്ടോ? ഡ്രൈവർ ഷാനു ഫിജാസാണ്. ഒരു പാലൊക്കെ വന്നിട്ട് നെഞ്ചങ്കോടാണല്ലോ. അരീക്കോടോ? എന്നിട്ട്
അപ്പൊ ഉപ്പച്ചക്ക് ഉറക്കം വന്നപ്പം കർണാടക ബേക്കറി ഷോപ്പില് ചായ അടിക്കാൻ. ഇയാള് കാണുന്ന നല്ല വൃത്തി പറഞ്ഞ വൃത്തി. കട ചെറുതാണെങ്കിലും കൊടുക്കുന്ന സാധനം നല്ലതാണ്. അടിപൊളി ചായ. പിന്നെ ആളൊരു ബിസ്ക്കറ്റ് തന്നെ, അത് അതിലേറെ അടിപൊളി. ആളൊരു ബായ് പറഞ്ഞ പിന്നെയും ഉമ്മച്ചി വാങ്ങി നിന്ന് ഞാൻ ഇരിക്കാം. ഞങ്ങളവിടെ ചായ കുടിച്ചപ്പോ കുട്ടി കുതിരനെ കണ്ടിട്ട് കുതിര സഫാരിക്ക് പോകണം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഉപ്പച്ചി വണ്ടി എടുത്തി നമ്മളൊരു കുതിര ബുക്ക് ചെയ്തിട്ടോ, ഒരു കുതിര വണ്ടി. അപ്പോൾ അതിൻ്റെ ആളൊക്കെ വന്ന് സെറ്റാക്കി. അപ്പം നമ്മൾ ഒരു കുതിരനെ സെലക്ട് ചെയ്ത് ആ കുതിര വണ്ടി കയറാൻ പോവാണ് കേട്ടോ. നമ്മൾ കുതിര സഫാരി കയറാനൊക്കെ നമ്മളെ ബായറിന് വണ്ടി കയറാം. നമ്മളെല്ലാവരും വണ്ടിയിലൊക്കെ കയറി സെറ്റായി. ഇപ്പച്ചും കുട്ടിയും മുന്നിലാണ് ബായിൻ്റെ ഒപ്പം. ഒപ്പച്ചും കുട്ടിയും വീട് എടുത്തിക്കണ മുന്നിലിരിക്കണത്. അപ്പോൾ ഞാനും ഉമ്മച്ചി ഷാനുറിയും ബാക്കിൽ. അപ്പോൾ മുന്നിലിരുന്നാലേ അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. സൈഡിൽ നിന്നൊന്നും കറക്റ്റ് വ്യൂ കിട്ടണില്ല. ഇപ്പോൾ കുതിര സഫാരി കഴിഞ്ഞു. 5 മിനിറ്റിന് 500 റുപ്യ കേട്ടോ കുതിര സഫാരിക്ക്. അപ്പോൾ നമ്മൾ തിരിച്ച് മടങ്ങാണ്. അപ്പോൾ ഇവിടെ ഗാന്ധിജിൻ്റെ പോലത്തെ ഒരു പ്രതിമ ഉണ്ട്. രാജാവാണ് തോന്നുന്നുണ്ട്. രാജാവാണത്. ഞങ്ങൾ വാട്ടർ പാർക്ക് ഇങ്ങനെ തിരഞ്ഞെടുക്കേനി. അപ്പോൾ ഇവിടെ എന്തോ സ്നോ ഫാൻറ്റസിയും വാട്ടർ പാർക്ക് രണ്ടും പാടെ കൂടിയൊരു വാട്ടർ പാർക്ക് ഉണ്ട്. ഇവിടെ പ്രൈസൊക്കെ ഒന്ന് അപ്പോൾ വാട്ടർ പാർക്ക് കയറാൻ വിചാരിച്ചേനി. അപ്പോൾ ടൈം 5 മണിയൊക്കെ കഴിക്കണേ. പിന്നെ കയറിയിട്ട് കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങാനാവില്ലേ. നമ്മൾ നാളെയാക്കി. അതാണ് നമ്മളെ മോഡിഫൈ കാറൊക്കെ ഉള്ള സ്ഥലം. എന്താ വിൻറ്റേജ് ഗാരേജ്. വണ്ടി ഓട്ടിയപ്പം എന്താ ഉറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ടേ പുതിയ ട്രോളുണ്ട് കുളിക്കുന്നുണ്ട്. എന്താ മെഡിക്കൽ പോസ്റ്റ്. നമ്മളെ സമയം 6:45 രാംനഗർ എത്തിട്ടോ. പോയിക്കൊണ്ടൊക്കെ തന്നെയാണ്. അധികമൊന്നുമില്ല. ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ പാർട്ട് 2 വരുന്നതായിരിക്കും വ്ളോഗിൻ്റെ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കടന്ന്